പാനൂർ വിഷ്ണുപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ശിക്ഷാവിധി വരികയാണ്. പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് നേരത്തെ തന്നെ കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക? കാവ്യ, 11 മണിയോടുകൂടിയാണ് ഇന്ന് ഈ കേസിൽ വിധി പറയുക. പാനൂർ വള്ളിയായിലെ 23-കാരിയായ വിഷ്ണുപ്രിയയെ പ്രണയപകയുടെ പേരിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയായ ശ്യാംജിത്ത്. കൂത്തുപറമ്പ് മാനന്തേരിക്ക് അടുത്തുള്ള ഈ പ്രതിയായ ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് വെള്ളിയാഴ്ച കോടതി, തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരുന്നു. ഈ പ്രതിക്കുള്ള ശിക്ഷയായിരിക്കും ഇന്ന് കോടതി വിധിക്കുന്നത്. ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ, വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ ഉൾപ്പെടെ കോടതിയിൽ വാദിച്ചത്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ അതിക്രൂരമായ കൊലപാതകമാണ് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ കൊല്ലപ്പെട്ട വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ 29 മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്തിൽ മാത്രം ആഴത്തിലുള്ള 6 മുറിവുകളാണ് ഏറ്റിരുന്നത്. ഈ 29 മുറിവുകളിൽ 10 മുറിവുകൾ മരണത്തിന് ശേഷം പ്രതിയെ ഏൽപ്പിച്ചതാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഉൾപ്പെടെ കണ്ടെത്തിയത്. അതിൽ തന്നെ അത്യന്തം പകയോട് കൂടിയിട്ടുള്ള ഒരു ക്രൂരതയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. മാത്രമല്ല, ഈ പോലീസ് അന്വേഷണ ഘട്ടത്തിൽ ഈ പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ താൻ വളരെ കൃത്യമായി ആസൂത്രിതമായി തന്നെയാണ് ഈ കൊല നടപ്പാക്കിയത്. ശിക്ഷാ കാലാവധി ഉൾപ്പെടെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ശിക്ഷാ കാലാവധി കഴിഞ്ഞതിന് ശേഷം നല്ല ജീവിതം നയിക്കാം എന്നുള്ളത് ഉൾപ്പെടെയുള്ള മൊഴി അന്ന് ഈ പ്രതി നൽകി എന്ന കാര്യം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ഒരു വിഷ്ണുപ്രിയയുടെ സുഹൃത്തായ മലപ്പുറം സ്വദേശിയെ കൊല്ലാൻ കൂടി പ്രതി പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. ശിക്ഷാവിധി ഇന്ന് വിധിക്കും. 11 മണിയോടുകൂടിയായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക. വളരെ നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു വിഷ്ണുപ്രിയയുടെ കൊലപാതകം. 2022 ഒക്ടോബർ 22-നായിരുന്നു ഈ സംഭവം. വിഷ്ണുപ്രിയ തനിയെ വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്തായിരുന്നു ഈ പ്രതി വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും ചുറ്റിക കൊണ്ട് തലക്ക് അടിച്ച് വീഴ്ത്തിയതിന് ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇതിന് കാരണമായി പ്രതി പറയുന്നത് ഈ വിഷ്ണുപ്രിയ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിലുള്ള വൈരാഗ്യത്തിലാണ് ഈ കൊല നടത്തിയത് എന്നുള്ളതാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കേരള പോലീസിൻ്റെ ഒരു മികവ്, അന്വേഷണ മികവ് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ഈ പ്രതിയെ കൊല നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നു. മാത്രമല്ല, നിരവധി ശാസ്ത്രീയ തെളിവുകളാണ് പോലീസ് കണ്ടെടുത്തത്. കാരണം ഈ കൊലപാതകത്തിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളായിരുന്നു ഏറ്റവും നിർണായകമായി കേസിൽ മാറേണ്ടിയിരുന്നത്. അത് ഒരു പഴുതുമില്ലാതെ തന്നെ അന്വേഷണ സംഘം ശേഖരിക്കുകയും പ്രതി ഈ ആയുധം വാങ്ങിയ കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വിഷ്ണുപ്രിയയുടെ ഫോണിൽ ഈ കൊല നടക്കുന്ന സമയത്ത് മലപ്പുറത്തുള്ള സുഹൃത്തുമായ വിഷ്ണുപ്രിയ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. അതിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതിയുടെ ഫോൺ രേഖകൾ, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ്റെയും ഈ ഒരു പോലീസിൻ്റെയും മികവ് കൊണ്ടാണ് പ്രതിയെ കുറ്റക്കാരനാണ്, ഇത്തരത്തിലുള്ള ഒരു കേസിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 11 മണിയോട് കൂടി ഇന്ന് ഈ കേസിൽ ശിക്ഷാവിധി അറിയാം. കാവ്യ.